നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അമൽ നീരദിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ LGP എയറിലും ആയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആദ്യം അമൽ നീരദിൻ്റെ പുതിയ പടത്തെക്കുറിച്ച് സംസാരിക്കാം. വ്യാഴ്ചയായിരുന്നു അമൽ നീരദ് ആദ്യം ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേജിൽ കൂടെ തന്നെയായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റെഡ് കളർ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു പോസ്റ്റർ ആയിരുന്നത്. അതിനകത്തൊരു പന്നിയെ കാണും, ഒരു പന്നി ചത്ത് കിടക്കുന്നു, അതിൻ്റെ സൈഡിൽ ഒരു നായ നിൽക്കുന്നതും അതൊരു വേറെ നായ നോക്കി നിൽക്കുന്നതുമായിട്ടുള്ളൊരു പോസ്റ്ററായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തിന് ടൈറ്റിലോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ പേരോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അതിനകത്തിലൊരു ടൈമും ഒരു ഡേറ്റും മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. അത് ഇന്നത്തെ ഡേറ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 9/6/2024 എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 12 മണി, ഉച്ചയ്ക്ക് 12 മണി എന്നുള്ള 12 PM എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കരമായിട്ട് ആകാംക്ഷ എല്ലാവർക്കും ഉളവാക്കി. എല്ലാ ഫാൻസിനും, അതായത് ചിലർ വിചാരിച്ചത് ഒരു ബിലാലിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ആണോ, അത് വേറെ ഏതെങ്കിലും പടമാണോ, അങ്ങനെ ഒരുപാട് അസംഷൻസ് ഉണ്ടായിരുന്നു. അതായത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ഒരു മിസ്റ്ററി ആയിട്ടാണ് ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. അതിനുശേഷം അടുത്ത ദിവസം തന്നെ ഓരോരോ ആക്ടേഴ്സിൻ്റെ പോസ്റ്റേഴ്സും അമൽ നീരദ് റിലീസ് ചെയ്യുകയുണ്ടായി. ആദ്യം തന്നെ കുഞ്ചാക്കോൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളൊരു പോസ്റ്ററാണ് റിലീസായിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമുക്ക് കുഞ്ചാക്കോൻ്റെ ഒരു സ്പെക്സ് ഒക്കെ വെച്ച് ഒരു ഡബിൾ ബാരൽ ഗണ്ണുമായിട്ടൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്ററായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലായി ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ സംഭവമാണ് അമൽ നീരദ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ പോസ്റ്റർ കൂടെ തന്നെ മനസ്സിലായി. പിന്നീട് നെക്സ്റ്റ് ഡേ ഭയങ്കര ഭയങ്കര സംഭവമായിട്ട് തന്നെ ഫഹദിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. അതിൻ്റെ ഫഹദ്, അതിന് പുള്ളിയും ഒരു ഗണ്ണൊക്കെ പിടിച്ചേക്കുന്ന ഒരു പോസ്റ്ററാണ് വന്നത്. അപ്പോൾ അതിന് പുള്ളിയുടെ ഒരു പോലീസ് എന്തോ സംഭവമാണ് അത് കണ്ടപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ രണ്ട് വലിയ ആക്ടേഴ്സ് ഒരുമിക്കുന്ന സിനിമ ഇതിപ്പോൾ വേറെ പോയതല്ലോ. അതായത് കുഞ്ചാക്കോനും ഫഹദും ഇത്രയും നല്ല വലിയ ആക്ടേഴ്സ് ഒരുമിക്കുന്ന ഒരു അമൽ നീരദ് ചിത്രം. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആകാംക്ഷ കയറി. പിന്നീട് ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ ഫോട്ടോ വന്നു. പിന്നെ ജ്യോതിർമയുടെ വന്നു. ജ്യോതിർമയ ഒരു കണ്ണൊക്കെ പിടിച്ച് ഒരു ബാഗി ജീൻസൊക്കെ ഇട്ടിട്ട് ഒരു വയസ്സായിട്ടുള്ള ഒരു ലുക്കിലാണ് ജ്യോതിർമയെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് എൻ്റെ ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് റിവീൽ ആയിട്ടില്ല. പിന്നീട് ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ, അതുപോലെ ശ്രിന്ദയുടെ ഒക്കെ പോസ്റ്റേഴ്സ് പിന്നീട് വരികയുണ്ടായി. ഇത്രയും പോസ്റ്റേഴ്സെല്ലാം വന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഒരു 12 മണി ആയപ്പോഴത്തേന് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ടൈറ്റിലും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെക്നിക്കലി ത്രൂവിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാ സംഭവങ്ങൾ വെച്ചിട്ടുള്ളൊരു പോസ്റ്ററും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പടത്തിൻ്റെ പേര് അവർ അനൗൺസ് ചെയ്തിരിക്കുക, ഒഗെയിൻ വില്ല എന്നാണ് പടത്തിൻ്റെ പേര്. റൂറൽ സെറ്റപ്പിലാണ് ഈ സംഭവം ചെയ്ത് പോയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് പോസ്റ്റർ കണ്ടപ്പം തോന്നിയത്. എന്തായാലും നമുക്കൊരു ക്രൈം ആക്ഷൻ ഡ്രാമ തീർച്ചയായിട്ടും ഇതിന് പ്രതീക്ഷിക്കാം. അതായത് ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ മിക്സ് ചെയ്തൊരു കിടലൊരു ആക്ഷൻ ഡ്രാമ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ടെക്നിക്കൽ സൈഡിലോട്ട് വന്നാൽ നമുക്കറിയാം, ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കുഞ്ചാക്കോനും പിന്നെ ജ്യോതിർമയും ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മ്യൂസീഷ്യൻസ്. അതായത് എല്ലാ ഹിറ്റ് മൂവിയുടെ ഇപ്പം മ്യൂസിക് ചെയ്യുന്നത് സുഷിൻ ശ്യാം തന്നെയാണ്. ആക്ട് ചെയ്തിരിക്കുന്നത് വിവേക് ഹർഷനാണ്. സി ചന്ദ്രനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് അമൽ നീരദും ലാജോ ജോസും ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ ക്രൂ, അതോടൊപ്പം തന്നെ ഒരു കിടിലൻ കാസ്റ്റിംഗ്, അപ്പം എല്ലാം കൂടെ വെച്ചിട്ടൊരു കിടിലൻ ഡയറക്ടർ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഒരുമിച്ച് വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ പടത്തിൽ കുറഞ്ഞത് നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ട്രെയിലറിന് വേണ്ടി എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഇതിൻ്റെ അതിൽ എങ്ങനെയാണ് നമ്മുടെ ലിജോ ജോസ് ചേട്ടൻ എയറിൽ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിവിൻ പോളിയുടെ ഫാൻസ് ആക്ച്വലി നിവിൻ പോളിയുടെ കൂടെ ഫോട്ടോ വെച്ചിട്ട് അവരൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ. അത് പാമ്പിടിച്ച് ലിജോ ചേട്ടൻ ഷെയർ ചെയ്ത് പോയി. അതിൻ്റെ താഴെ ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ എയറിലാണ്. പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഒന്നും അനൗൺസ് ആക്കിയിട്ടില്ല, പക്ഷേ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഗൈസ്, എന്തായാലും കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.